അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദ് റസൂലില്ലാ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് സമാധാനവും സന്തോഷവും റാഹത്തും അള്ളാഹു നിലനിർത്തി തരട്ടെ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുക, അള്ളാഹു നിരോധിച്ചത് പാടെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ധർമ്മം എന്ന് പറയുന്നത്. അതിൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അത് കൃത്യതയോടെ, അത്രത്തോളം സൂക്ഷ്മതയോടെ, ഭവ്യതയോടെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ലക്ഷണമാണ്. അതങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ ഇന്ന് നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. ഒരാൾ മരണപ്പെട്ടാൽ മരണവീട്ടിൽ നടക്കുന്ന വിഷയങ്ങൾ, അതുപോലെ ഖബർസ്ഥാനിൽ നടക്കുന്ന വിഷയങ്ങൾ, വളരെയേറെ മോശമായ കുറേ സംഗതികളുണ്ട്. അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരു പ്രത്യേകമായ ഒരു സ്വഭാവം, പല നാടുകളിലും അതില്ല, എന്നാൽ ചില നാടുകളിൽ അത് വ്യാപകമായി നടക്കുന്നുണ്ട്. മയ്യത്ത് പൊതിയുന്ന വിഷയങ്ങൾ, കഫൻ ചെയ്യുന്നത് പരസ്യമായി, ആണുങ്ങളുടെ മയ്യത്തിനെ പരസ്യമായി വീടിൻ്റെ ഹോളുകളിൽ വെച്ചിട്ട് ആളുകൾ ഇങ്ങനെ ചുറ്റും നോക്കിയേക്കാണ്. ആ കൂട്ടത്തിൽ സ്ത്രീകളുണ്ട്. ഇവരൊക്കെ നോക്കി നിൽക്കുമ്പോൾ പരസ്യമായിട്ട് കഫൻ പൊതിയുന്ന ഒരു സ്വഭാവം ഇന്ന് പല നാടുകളിലും കണ്ടുവരുന്നുണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് സാധിക്കുക? എന്ത് മോശമാണ്! അത് ആണായാലും പെണ്ണായാലും പരസ്യമായിട്ടൊരു മയ്യത്തിനെ പൊതിയുക, പരസ്യമായി ജനങ്ങൾ നോക്കി നിൽക്കെ കഫൻ പൊതിയുക എന്ന് പറയുന്നത്, എത്രയും ആളുകൾ നോക്കിയൊക്കെ ചെയ്യുക, എന്ത് മോശമാണ്! ആ മയ്യത്തിനോട് ചെയ്യുന്ന ക്രൂരതയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇത്തരം പ്രവർത്തനത്തോട്ട് നമ്മളെ കാക്കട്ടെ. നമ്മൾ ആ വിഷയങ്ങൾ ശ്രദ്ധിക്കണം. ഹറാമ് തന്നെയാണ്. അത്തരം വിഷയങ്ങൾ ഒരിക്കലും അനുവദിക്കാൻ കഴിയുന്ന വിഷയമല്ല. രണ്ടാമത്തെ വിഷയം, ഖബർസ്ഥാനിലേക്ക് വന്നാൽ നടക്കുന്ന സംഭവങ്ങൾ വളരെ വളരെ മോശമാണ്. ഖബർ കുഴിച്ച് ആ ഖബറിലേക്ക് മയ്യത്ത് ഇറക്കി വെക്കുന്നത് മുതൽ ആ ഖബർസ്ഥാനിൻ്റെ അടുത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവിടെ തസ്ബീത്ത് ചെല്ലുന്നുണ്ടാവും. ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. ഒരു ഭാഗത്ത് മാറി നിന്നിട്ട് കഥ പറയുന്ന ആളുകൾ, തമാശകൾ പറഞ്ഞ് ചിരിക്കുന്ന ആളുകൾ, ഫോണിൽ സംസാരിച്ചുകൊണ്ട് എവിടെ നിൽക്കുന്നത്? ഖബറിൻ്റെ അടുത്താണ്. ഒരു ഫോൺ വന്നാൽ ആ ഫോണിൽ ഇങ്ങനെ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുക, കൂട്ടുകാരെ കണ്ടാൽ പരിചയം പുതുക്കുക, അവിടെ ഇങ്ങനെ സൊറ പറയുക, അവിടെ നിന്ന് കാര്യങ്ങൾ പറയുക. ഇതൊന്നും നമുക്ക് ബാധകമല്ല. ഇതെങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് കഴിയുക? ഇന്ന് ഖബറും പരലോകവും ഒക്കെ നമുക്ക് നിസ്സാരമായി പോയി. മിക്ക പള്ളികളിലും നടക്കുന്ന വിഷയമാണ്. ഖബറിൻ്റെ സമീപത്ത് ദുആ ചെയ്യുമ്പോൾ, തസ്ബീഹ് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ തലക്കീൽ ചെല്ലുമ്പോൾ മാറിയിരുന്നുകൊണ്ട് കൂട്ടുകാർ പരസ്പരം സംസാരിക്കുന്നുണ്ടാവും. അങ്ങനെ സംസാരിക്കാനാണെങ്കിൽ ഖബറിൻ്റെ അടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. വീട്ടിൽ പോയിരിക്കാം. വേറെ എത്രയോ സ്ഥലങ്ങളുണ്ട്. ഈ ഖബർസ്ഥാനിൽ വന്നിട്ട് എങ്ങനെയാണ് നമുക്ക് അത്തരം വിഷയങ്ങൾ ചെയ്യാൻ കഴിയുക? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ഖബർ കണ്ടാൽ വാവിട്ട് കരയുന്നുള്ളതാണ്. തഴവാസ്ഥാൻ്റെ ബൈത്തൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ, ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, പാടാറുണ്ട്, കേൾക്കാറുണ്ട്. എന്നാൽ ഖബർ കണ്ടാൽ നമുക്കൊന്നും ഒരു വിഷയമല്ല. നമ്മൾ അവിടെ പോയിരുന്നിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? അവിടെ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാൻ നമുക്ക് നേരെയില്ല. തസ്ബീഹ് ചെല്ലുമ്പോൾ അതൊന്ന് ചൊല്ലാൻ നമുക്ക് നേരെയില്ല. നമ്മൾ ഫോണിലാണ്. നമ്മൾ സൗഹൃദങ്ങൾ പങ്കിടുകയാണ്, മാറുന്നുകൊണ്ട് സംസാരിക്കുകയാണ്, കളിചിരികളിൽ ഏർപ്പെടുകയാണ്. എങ്ങനെയാണ് ഇതിനൊക്കെ കഴിയുക? ഇത്തരം വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മുഅ്മിനീങ്ങളാണ്. ഇത്തരം വിഷയങ്ങൾ നമുക്ക് യോജിച്ചതല്ല. വളരെ വളരെ മോശമാണ്. നമ്മളത് ചെയ്യരുത്. ഒരുപാട് പള്ളികളിൽ, ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ കാണുന്നുണ്ട്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങൾ ഒരിക്കലും ഇത്തരം വിഷയങ്ങൾ ദയവ് ചെയ്ത് വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കണം. അത്തരം സമയങ്ങളിൽ ഫോൺ ഉപയോഗിക്കുക, സംസാരിക്കുക, അനാവശ്യ കാര്യങ്ങൾ ചെയ്യുക, ഇതൊന്നും നമ്മൾ ചെയ്യരുത്. പള്ളിയിൽ വന്നാൽ അതിനേക്കാൾ അപ്പുറമാണ്. പള്ളിയിൽ വന്നു കഴിഞ്ഞാലും അവിടെ ഫോൺ നോക്കിയിരിക്കുന്ന കുറേ ആളുകളുണ്ടാവും. ഫോണൊന്ന് സൈലൻ്റ് ആക്കാൻ, അല്ലെങ്കിൽ ഒന്ന് സ്വിച്ച് ഓഫ് ആക്കാൻ, ഇതൊന്നിനും നമുക്ക് നേരെയില്ല. മയ്യിത്ത് നിസ്കരിക്കുമ്പോഴും ഈ ഫോൺ ഇങ്ങനെ റിങ് ചെയ്യുകയാണ്. ഒരു ഭാഗത്ത് മയ്യിത്ത് നിസ്കരിക്കുമ്പോൾ മറുഭാഗത്ത് നിന്ന് കുറേ ആളുകൾ സംസാരിക്കുന്നുണ്ടാകും. പള്ളിയോടുള്ള മര്യാദകൾ, ഒരു മയ്യത്തിനോട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഖബറിൻ്റെ ഭാഗത്ത് നിന്നാൽ ആ ഖബറാളികളോടുള്ള, ആ മയ്യത്തിനോടുള്ള കുറേ മര്യാദകളും ആദാബുകളുണ്ട്. ഇതൊക്കെ നമ്മൾ പാലിക്കണം. ദയവ് ചെയ്ത് ഇത്തരം മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യരുതെന്ന് വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ വിധിവിലക്കുള്ള യഥാവിധം കൃത്യമായി ചെയ്യാനും അവൻ്റെ പൊരുത്തത്തിലേക്ക് എത്തിപ്പെടാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.